രണ്ട് രാജാക്കന്മാർ അധ്യായം 8. എലീശായും ഹസായേലും. അക്കാലത്ത് എലീശ ദമാസ്കസിൽ എത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് എലീശായോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബെൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. എലീശ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലീശ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു. പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭോ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ടു തന്നെ. നീ അവരുടെ കോട്ടകൾക്ക് തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസ്സാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ? എലീശ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, എലീശ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി.